പൂക്കോട്ടൂരിൽ 35 ഭിന്നശേഷിക്കാരുടെ ഹോം വോട്ടിംഗ് അപേക്ഷ നിരസിച്ചു. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിലെ പിഴവാണ് കാരണമെന്ന് റിട്ടേണിംഗ് ഓഫീസർ. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ഭിന്നശേഷിക്കാരുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഈ ഗണത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഇതുപോലത്തെ 80 വയസ്സ് കഴിഞ്ഞ മറ്റാരെയും ഉണ്ടോ അതല്ലെങ്കിൽ മറ്റ് ഭിന്നശേഷിക്കാർ ഉണ്ടോ എന്ന അന്വേഷണമൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഈ സംവിധാനം തുടങ്ങിയ സമയത്തുള്ള ഒരു കണ്ടെത്തലുകളും ആ ഒരു ലിസ്റ്റും ഒന്നും അങ്ങനെ പ്രാവർത്തികമായി പോവുകയാണ്. ഈ ബൂത്തിൽ തന്നെ ഇപ്പോൾ 7 ആളുകളുണ്ട് ഭിന്നശേഷിക്കാർ. അവർ ലിസ്റ്റപ്പെട്ട അല്ലാത്ത വേറുണ്ട്. അതായത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ലിസ്റ്റ് പെട്ട ആളുകളാണ് ഇപ്പോൾ 7 ആളുകൾ. ഈ 7 ആളുകൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ എന്ത് ചെയ്യാൻ ഈ സംവിധാനം ഉപയോഗിച്ച് അവർക്ക് ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവർ സ്വാഭാവികമായിട്ട് ഇത് ആരോ കളിച്ചതാണ് എന്നാലൊക്കെയാണ് അവരെന്ത് തെറ്റിദ്ധരിക്കുന്നത്. പക്ഷെ നമുക്ക് അവരോട് മറുപടി പറയാൻ കഴിയുന്നില്ല ആരാണെന്നുള്ളത്. നിഖിൽ പരമേഷ വാർത്തകൾ നിഖിൽ, ആ ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടി വേണമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു പരിഹാരം ഇനിയുണ്ടോ? പരിഹാരം ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ അവരുടെ വോട്ട് രേഖപ്പെടുത്താതെ പോകുന്നത് കഷ്ടമല്ലേ നിഖിൽ? തീർച്ചയായും ഹാഷ്മി, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പിഴവാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരടക്കമുള്ളവരുടെ അപേക്ഷയാണ് ഇത്തവണ നിരസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ പൂക്കോട്ടൂരിലെ മാത്രം കാര്യമാണ്. അവിടെ മാത്രം ഏതാണ്ട് 35ഓളം ഭിന്നശേഷിക്കാരുടെ ഹോം വോട്ടിംഗ് അപേക്ഷയാണ് നിരസിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് പിഴവാണ് കാരണമെന്നുള്ളതാണ് റിട്ടേണിംഗ് ഓഫീസർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് BLOമാർ പറയുന്നത്. എന്തായാലും ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ഇതിനോടകം തന്നെ ഭിന്നശേഷിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അവർക്കും ഈ ജനാധിപത്യത്തിന്റെ ഭാഗമാകണം, സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകണം. ഇനിയിപ്പോൾ നേരിട്ടുള്ള വോട്ടിങ്ങിനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നുള്ളതാണ് അവർ തേടുന്നത്. ഹോം വോട്ടിംഗ് ഇനി സാധ്യമാകില്ല. ഇപ്പോൾ ഇതിൽ സംഭവിച്ച പിഴവ് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഹാഷ്മി, ഓക്കെ, അത്രയും ആ പിഴവ് കാരണം അവർക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് സങ്കടമാണ്. അപ്പോൾ എന്താണ് പരിഹാരം എന്ന കാര്യം ആലോചിക്കുകയും അതിൽ നിർബന്ധമായും പരിഹാരം ഉണ്ടാവുകയും വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.